കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയത് മുൻ വീട്ടുജോലിക്കാരൻ. അസം സ്വദേശി അമിത് കസ്റ്റഡിയിൽ. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനെയും ഭാര്യ മീരയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസിന്റെ പരാതി ഒത്തുതീർക്കാൻ നീക്കം. IC യോഗത്തിൽ നടിയോട് മാപ്പ് പറഞ്ഞ് ഷൈനെതിരെ നടപടിയെടുക്കാൻ മടിച്ച് അമ്മയും. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് ഇന്ന് കൂടിയത് 2200 രൂപ. ഗ്രാമിന് 9290 പവന് 74,320. UDF-ലെടുക്കാൻ PV അൻവറിന് മുന്നിൽ ഉപാധി വയ്ക്കാൻ കോൺഗ്രസ്. പ്രത്യേക ക്ഷണിതാവായി മുന്നണിയുടെ ഭാഗമാക്കാം. തൃണമൂലിനെ ഉൾപ്പെടുത്താനാവില്ലെന്ന് കോൺഗ്രസ്. അൻവറിനെതിരെ മമതാ ബാനർജിക്ക് പരാതി നൽകി തൃണമൂൽ നേതാക്കൾ. പോപ്പ് ഫ്രാൻസിസിന് ലോകത്തിന്റെ ആദരം. കാലം ചെയ്ത മാർപ്പാപ്പയുടെ മഹത്വം വാഴ്ത്തി ലോക നേതാക്കൾ. ശവകുടീരത്തിൽ അലങ്കാരങ്ങൾ വേണ്ടെന്നും ലാറ്റിൻ ഭാഷയിൽ പേരെഴുതിയാൽ മതിയെന്നും പാപ്പയുടെ മരണപത്രം. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയും ഭാര്യയും വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ വിജയകുമാർ, ഭാര്യ മീര എന്നിവരെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. വീട്ടിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന അമിത് ഒറാങ് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് സംശയം. ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കോട്ടയം നഗരത്തോട് ചേർന്ന് തിരുവാതുക്കൽ ജംഗ്ഷൻ തൊട്ടപ്പുറത്താണുള്ളത്. അതിന് തൊട്ടടുത്ത് അവിടുന്ന് ഏതാണ്ട് ഒരു 100 മീറ്റർ മാത്രം അടുത്തുള്ള ഈ വലിയ വീട്ടിലാണ് കഴിഞ്ഞ രാത്രി കൊലപാതകം നടന്നത് എന്നുള്ളതാണ് നാട്ടുകാരെ ആകെ ഞെട്ടിച്ചൊരു വലിയ സംഭവം എന്ന നിലയിൽ ആണ് ഇതിനെ കാണേണ്ടത്. പ്രത്യേകിച്ച് നഗരത്തിലെ വലിയൊരു വ്യവസായ പ്രമുഖനാണ് ഇദ്ദേഹം. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ചേർന്നുള്ള പരിശോധന നടക്കുന്നു. ജനപ്രതിനിധികളെല്ലാം, പ്രത്യേകിച്ച് മുൻ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ എത്തി നടത്തുന്ന പരിശോധന. അങ്ങനെ അതായത് അവരുടെ എല്ലാം സഹായത്തോടുകൂടി പോലീസ് വലിയൊരു പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു. വീടിന്റെ മുൻവാതിലൂടെയാണ് പ്രതി ഉള്ളിൽ കടന്നിരിക്കുന്നത്. അതിന് സമീപത്തുള്ള ജനൽ ഒരു കട്ടർ കൊണ്ട് അതിൽ തുളയുണ്ടാക്കിയ ശേഷം ഈ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുകയായിരുന്നു. തുറന്ന് കയറുന്ന ഭാഗത്ത് തന്നെയാണ് വിജയകുമാറിന്റെ മൃതദേഹമുള്ളത്. ബെഡ്റൂമിലാണ് ഭാര്യയുടെ മൃതദേഹമുള്ളത്. അത്രയധികം വികൃതമായ രീതിയിലാണ് ഈ മൃതദേഹം ഉള്ളത്. മുഖത്തുൾപ്പെടെ കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ വളർത്തുനായ അത് കാര്യമായി രാവിലെ ഒന്നും പ്രതികരിക്കാത്ത നിലയാണ് ഉള്ളത്. അതിനെന്തെങ്കിലും മയക്കുന്നതിനുള്ള മരുന്നുകളോ മറ്റോ നൽകിയിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ നിഗമനമുള്ളത്. എന്തായാലും അമിത് ഒറാങ് എന്ന മുൻ തൊഴിലാളിയെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഇയാൾ ഏതാണ്ട് ഡിസംബർ മാസത്തിൽ ഇവിടെ ഒരു തട്ടിപ്പ് നടത്തിയിരുന്നു. മൊബൈൽ തട്ടിയെടുത്ത ശേഷം അതിൽ നിന്ന് ഓൺലൈൻ വഴി പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അയാളെ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഉണ്ടായ സംഭവം, ഇയാൾ റിമാൻഡിലായി പുറത്തിറങ്ങിയ ശേഷം ഈ വീടിന്റെ ഗേറ്റും മറ്റും ചാടി തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച സംഭവമൊക്കെയുണ്ട്. മറ്റൊരു സംഭവം ഉള്ളത് നേരത്തെ ഏതാണ്ട് 2017-18 കാലയളവിലാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ വിജയകുമാറിന്റെ മകൻ ഗൗതം ഈ കാരിത്താസ് റെയിൽവേ ക്രോസിന് സമീപത്ത് അയാളെ മരിച്ച നിലയിൽ കാണുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു മാസം മുമ്പ് CBI അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു. ഇത് കൊലപാതകം ആണ് എന്ന ഒരു വിശ്വാസമാണ് കുടുംബത്തെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ടാണ് ആ നിലയിലുള്ള ഒരു അന്വേഷണത്തിലേക്കും മറ്റും ഈ കുടുംബം വിജയകുമാർ കോടതിയിൽ പോരാട്ടം നടത്തി എത്തുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇതൊരു ആത്മഹത്യ എന്ന നിഗമനമാണ് അന്നുണ്ടായിരുന്നത്. എന്തായാലും നാടിനെ ആകെ ഞെട്ടിച്ചൊരു കൊലപാതകം. ഇതിൽ പ്രതി ആര് എന്ന് പരമാവധി വേഗത്തിൽ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. കോട്ടയത്തെ ഏതാണ്ട് ഉന്നത പോലീസ് നേതൃത്വം മുഴുവൻ ഈ വീട്ടിൽ ഇപ്പോഴും പരിശോധിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുകയാണ്. കോട്ടയം തിരുവാതുക്കലിൽ കൊല്ലപ്പെട്ട വ്യവസായിയായ വിജയകുമാറിന്റെയും മകൻ ഗൗതമിന്റെ മരണവും ദുരൂഹമാണ്. ഗൗതമിന്റെ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് മാതാപിതാക്കളുടെ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഗൗതമിന്റെ മരണവും ഇരട്ട കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഉത്തരവാദികളായി ഇവരെ കണ്ടെത്താൻ നിയമപോരാട്ടം തുടരുന്നതിനിടെയാണ് കോട്ടയത്തെ വ്യവസായി വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും കൊലപാതകം. 7 വർഷം മുൻപ് 2017 ജൂൺ 2-ന് സുഹൃത്തിനെ കാണാൻ കാറിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു ഗൗതം. ഏറെ വൈകിട്ടും വിവരമൊന്നുമില്ലാതായതോടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും പിന്നീട് അറിഞ്ഞത് ഗൗതമിന്റെ മരണവാർത്ത. കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ്
മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിൽ നിന്ന് 200 മീറ്റർ മാറി പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൽ കണ്ടെത്തിയ രക്തക്കറയാണ് കൊലപാതകമെന്ന സംശയത്തിലേക്ക് നയിച്ചത്. കേരള പോലീസിന്റെ കണ്ടെത്തലേ അത് സ്വയം ഉണ്ടാക്കിയ പരിക്കാണെന്നാണ്. ഇപ്പൊ കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല കഴുത്തിന്. അപ്പൊ അതൊരിക്കലും ആത്മഹത്യയല്ല. ആ ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ആ CBI അന്വേഷണത്തിന് വേണ്ടി 5 കൊല്ലം നിയമ പോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിന്റെ പത്നിയും. ഗൗതം ആത്മഹത്യ ചെയ്തെന്നായിരുന്നു കേസ് അന്വേഷിച്ച പോലീസിന്റെ കണ്ടെത്തൽ. അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കുടുംബം കൊലപാതകത്തിൽ ദുരൂഹത ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച കോടതി കേസന്വേഷണം കഴിഞ്ഞ മാർച്ചിൽ CBIക്ക് വിടുകയായിരുന്നു. മുൻ DGP T അസഫ് അലിയായിരുന്നു കേസിൽ ഹാജരായിരുന്നത്. മകന്റെ മരണത്തിൽ CBI FIR ഇട്ട് 1 മാസം പിന്നിടുമ്പോഴാണ് മാതാപിതാക്കളുടെയും കൊലപാതകം. ന്യൂസ് 18 കോട്ടയം. ഇന്നലെ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ലോകം. സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫെരലും കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീൻ ജിയോവനി ബാറ്റിസ്റ്റയും നേതൃത്വം നൽകും. റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലായിരിക്കും ആഗോള കത്തോലിക്ക സഭയുടെ ഏറ്റവും ജനകീയനായ പാപ്പയുടെ അന്ത്യവിശ്രമം. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും മരണപത്രത്തിൽ പറയുന്നുണ്ട്. ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്നെഴുതിയാൽ മതിയെന്നാണ് പാപ്പയുടെ നിർദ്ദേശം. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ലോക നേതാക്കളെല്ലാം അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ദുഃഖസൂചകമായി വൈറ്റ് ഹൌസിൽ പതാക താഴ്ത്തിക്കെട്ടി. കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ശവസംസ്കാര ചടങ്ങുകൾ ലളിതമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതിനാൽ ലളിതമായിട്ട് തന്നെയായിരിക്കും ചടങ്ങുകൾ നടക്കുക. ഫ്രാൻസിസ് പാപ്പ വിടവാങ്ങിയതോടെ കത്തോലിക്ക സഭയ്ക്ക് നിലവിൽ വലിയ ഇടയനില്ല. എന്നാൽ വിശ്വാസികളെ നയിക്കാൻ പുതിയ പാപ്പയെ എത്രയും വേഗം തെരഞ്ഞെടുക്കും. പോപ്പ് ഫ്രാൻസിസിന്റെ വിടവാങ്ങലിന്റെ ദുഃഖം പേറുന്ന മണിക്കൂറിലും വത്തിക്കാനിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കത്തോലിക്ക സഭയ്ക്ക് വലിയ ഇടയനില്ല. എന്നാൽ വിശ്വാസികളെ നയിക്കാൻ പുതിയ പാപ്പയെ എത്രയും വേഗം തെരഞ്ഞെടുത്തേ പറ്റൂ. പോപ്പ് ഫ്രാൻസിസിന്റെ വിടവാങ്ങലിന്റെ ദുഃഖം പേറുന്ന മണിക്കൂറുകളിലും വത്തിക്കാനിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മരണപ്പെട്ട മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷം പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. മരണപ്പെട്ട മാർപ്പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷം പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള പ്രക്രിയകളാണ് ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. കോളേജ് ഓഫ് കാർഡിനൽസ് സിസ്റ്റൈൻ ചാപ്പലിൽ ഒത്തുകൂടും. അതീവ രഹസ്യമായാണ് ഇത് നടക്കുക. കഴിഞ്ഞ 700 വർഷമായി ഈ പാരമ്പര്യമാണ് പിന്തുടരുന്നത്. പോപ്പിന്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ പരസ്യമായി പ്രചാരണം നടത്തുന്നില്ല എന്നതാണ് ഇതിൽ ശ്രദ്ധേയം. മറിച്ച് പൊതുവെ കർദിനാൾമാർ എല്ലാവരും പോപ്പിന്റെ സ്ഥാനം വഹിക്കാൻ പ്രാപ്തരാണെന്നാണ് വത്തിക്കാൻ നിരീക്ഷകർ കരുതുന്നത്. ഒരു പോപ്പിന്റെ മരണത്തിന് പിന്നാലെ അല്ലെങ്കിൽ ബെനഡിക്ട് 16 പോപ്പിന്റെ രാജി പോലെയുള്ള അപൂർവ സന്ദർഭങ്ങളിൽ വത്തിക്കാൻ ഒരു പേപ്പറിൽ കോൺക്ലേവ് വിളിച്ചുകൂട്ടുകയാണ് ചെയ്യുക. അതിൽ സഭയുടെ അടുത്ത തലവനെ തെരഞ്ഞെടുക്കുന്നതിനാൽ കോളേജ് ഓഫ് കാർഡിനൽസ് ഒത്തുചേരുന്നു. 2025 ജനുവരി 22 കോൺക്ലേവിന്റെ നിയമങ്ങൾ പ്രകാരം 252 കർദിനാൾമാരിൽ 138 പേരാണ് ഇലക്ടർമാർ. 80 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന രഹസ്യ ബാലറ്റിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ. വോട്ടെടുപ്പ് ദിവസം മൈക്കലാഞ്ചലോ വരച്ച പ്രശസ്തമായ സീലിംഗ് ഉള്ള സിസ്റ്റൈൻ ചാപ്പൽ സീൽ ചെയ്തു പൂട്ടും. രഹസ്യ സത്യപ്രതിജ്ഞ ചെയ്ത കർദിനാൾമാരെ അകത്ത് പൂട്ടിയിടുകയും ചെയ്യും. 80 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനും അർഹതയുള്ളൂ. ഏകദേശം 120 പേർ രഹസ്യമായി തങ്ങൾ തെരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. ഒരു ബാലറ്റിൽ അവരുടെ പേരെഴുതി ബലിപീഠത്തിന് മുകളിൽ വെച്ച പാത്രത്തിൽ നിക്ഷേപിക്കും. ഒരു സ്ഥാനാർത്ഥിക്കും ആവശ്യമായ 3/2 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു റൗണ്ട് വോട്ടെടുപ്പ് നടത്തും. ഒരു ദിവസം ഇങ്ങനെ 4 റൗണ്ടുകൾ വരെ നടത്താം. ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞാൽ വത്തിക്കാനിലെ അഗ്നിശമന സേനാംഗങ്ങൾ സിസ്റ്റൈൻ ചാപ്പലിലെ മുൻകൂട്ടി സ്ഥാപിച്ച സ്റ്റൗവിൽ അവ കത്തിക്കും. രണ്ടാമത്തെ സ്റ്റൗവിലൂടെ ഒരു രാസവസ്തു കത്തിച്ച് അത് ചിമ്മിനിയിലൂടെ പുറത്തുവിടുന്നു. ഇതൊരു അടയാളമാണ്. കറുത്ത പുക വന്നാൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് അർത്ഥം. വെളുത്ത പുക വന്നാൽ പുതിയ പാപ്പയെ തെരഞ്ഞെടുത്തു എന്നും. ഒരു മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ കോളേജ് ഓഫ് കാർഡിനൽസിൽ നിന്നുള്ള ഒരു പ്രതിനിധി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പ്രധാന ബാൽക്കണിയിൽ നിന്ന് താഴെയുള്ള ആയിരക്കണക്കിന് ആളുകളെ നോക്കി നമുക്കൊരു മാർപ്പാപ്പയുണ്ടെന്ന് ലാറ്റിൻ ഭാഷയിൽ പ്രഖ്യാപനം നടത്തും. ഇതിനുശേഷം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ ഒരു വിശുദ്ധനെയോ
മുൻഗാമിയെയോ ബഹുമാനിക്കുന്ന ഒരു പേരു തെരഞ്ഞെടുത്ത് വെളുത്ത കസോക്ക് ധരിച്ച് പൊതുജനങ്ങൾക്ക് മുന്നിൽ തന്റെ കന്നിപ്രസംഗം നടത്താൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങും. സഭാപരമായ കാര്യങ്ങളും ധാർമ്മികതയും പഠിപ്പിക്കുന്നതിനൊപ്പം പുതിയ പോപ്പ് ലോകരാഷ്ട്രീയത്തിൽ ഗണ്യമായ നയതന്ത്രപരവും രാഷ്ട്രീയവുമായ അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്നു. ആഗോള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ മധ്യസ്ഥനായി പ്രവർത്തിക്കുകയും മനുഷ്യാവകാശ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. 2024 നവംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുമ്പോൾ ചെയ്യേണ്ട ശവസംസ്കാര ചടങ്ങുകൾ പരിഷ്കരിച്ചിരുന്നു. ആചാരങ്ങൾ ലളിതമാക്കുകയും ആചാരങ്ങൾക്ക് അനുസൃതമല്ലാതെ വത്തിക്കാന്റെ പുറത്ത് മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഒരു വത്തിക്കാൻ പത്രം പുതുക്കിയ ആരാധനാക്രമത്തിന്റെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി കത്തോലിക്ക സഭയെ നയിക്കാൻ ആരാണ് എത്തുക? സാധ്യതകൾ പലതാണ്. അവ ഇങ്ങനെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗ വിവരം ലോകത്തെ അറിയിച്ചത് കർദിനാൾ കാമർലെങ്കോ കെവിൻ പാരലാണ്. പുതിയ പാപ്പ വരുന്നതുവരെ കത്തോലിക്ക സഭയെ നയിക്കേണ്ട ചുമതലയും ഇദ്ദേഹത്തിനാണ്. പക്ഷേ പുതിയ മാർപ്പാപ്പയാവാൻ ഇദ്ദേഹത്തിന്റെ സാധ്യത വളരെ വിരളമെന്നാണ് സൂചന. അടുത്ത മാർപ്പാപ്പയാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നവരിൽ മുൻനിരയിലുള്ളയാളാണ് കർദിനാൾ ഷോൺ മാർക്ക് ആവലിൻ. ഫ്രാൻസിലെ മാർസേ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം. 66 വയസ്സ് മാത്രം, താരതമ്യേന ചെറുപ്പവും. മറ്റൊരാൾ കർദിനാൾ പീറ്റർ എർദോ, സഭയിൽ നവസുവിശേഷവൽക്കരണത്തിന് നേതൃത്വം നൽകുന്ന ഹംഗറിയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ്. കുടിയേറ്റ വിഷയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടിനെ പരസ്യമായി എതിർത്ത വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. കർദിനാൾ മാരിയോ ഗ്രെക്, മെത്രാൻമാരുടെ സിനഡിന്റെ സെക്രട്ടറി ജനറലാണ് അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കമിട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ ഇദ്ദേഹമുണ്ട്. ബാഴ്സലോണ ആർച്ച് ബിഷപ്പ് കർദിനാൾ യുവാൻ യോസ ഒമല്ലയാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരാൾ. സ്പെയിനിലെ മെത്രാൻ സമിതിയുടെ മുൻ അധ്യക്ഷൻ കൂടിയാണ് ഇദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സെക്രട്ടറിയും വത്തിക്കാൻ ഭരണത്തിലെ രണ്ടാമനുമായ കർദിനാൾ പിയത്രോ പരോളിനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരാൾ. ഇറ്റലി സ്വദേശി കൂടിയായ ഇദ്ദേഹത്തിന് ഒട്ടേറെ ഭാഷകളിൽ പ്രാവീണ്യവുമുണ്ട്. ഏഷ്യയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നയാൾ കർദിനാൾ ലൂയി ആന്റോണിയോ ഗോക്കോം ടാഗ്ലെയാണ്. ഫിലിപ്പീൻസിലെ മനില ആർച്ച് ബിഷപ്പാണ് ഇദ്ദേഹം. പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള സംഘത്തിന്റെ അധ്യക്ഷനായിരുന്നു 2019 മുതൽ ഇദ്ദേഹം. ബെനഡിക്ട് മാർപ്പാപ്പയുടെ സെക്രട്ടറി ആയിരുന്ന കർദിനാൾ ജോസഫ് ടോബിനാണ് മറ്റൊരു സാധ്യത കൽപ്പിക്കപ്പെടുന്നയാൾ. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. LGBT സമൂഹത്തിന്റെ അവകാശങ്ങളെ ശക്തമായി പിന്തുണയ്ക്കുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. കറുത്ത വംശജനായ ആദ്യ മാർപ്പാപ്പയാവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നയാളാണ് കർദിനാൾ പീറ്റർ കൊഡ്വോ ടക്സൺ. ആഫ്രിക്കയിലെ ഘാനയിൽ നിന്നുള്ള ഇദ്ദേഹത്തിന് വത്തിക്കാനിലെ ഒട്ടേറെ വകുപ്പുകളിൽ ഭരണപരിചയമുണ്ട്. എല്ലാ കർദിനാൾമാരുമായും നല്ല ബന്ധമുണ്ട്. സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കുമായുള്ള പൊന്തിഫിക്കൽ കൗൺസിലിന്റെ തലവൻ കൂടിയാണ്. കർദിനാൾ മറ്റിയോ മരിയ സൂപ്പിക്കും സാധ്യത പറയുന്നുണ്ട്. ഇറ്റലിയിലെ ബൊലോഞ്ഞോ ആർച്ച് ബിഷപ്പാണ് ഇദ്ദേഹം. റഷ്യൻ സംഘർഷത്തിന്റെ സമാധാന ശ്രമത്തിലുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്കത്തിന് ശേഷം സിസ്ലീൻ ചാപ്പലിൽ കർദിനാൾമാരുടെ കോൺക്ലേവ് ചേരും. അതീവ രഹസ്യമായ നടപടിക്രമങ്ങൾക്കൊടുവിൽ പുതിയ മാർപ്പാപ്പയെ പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്നുള്ള ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വാർഷികാഘോഷ പരിപാടികൾ മാറ്റിവെച്ചു. വയനാട്, കാസർഗോഡ് ജില്ലകളിലെ ഇന്നത്തെയും നാളത്തെയും കലാപരിപാടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇന്നത്തെ വയനാട്ടിലെ പ്രദർശന ഉദ്ഘാടന പരിപാടിയും ഉണ്ടാകില്ല. സംസ്ഥാനം ദുരന്തം നേരിട്ടപ്പോൾ കേന്ദ്രം സഹായം നിഷേധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദേശ രാജ്യങ്ങൾ പോലും സഹായം നൽകാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ കേന്ദ്രം ദുരഭിമാനം മുറുക്കെ പിടിക്കുകയായിരുന്നു. കിട്ടേണ്ട സഹായങ്ങൾ മുടക്കി. വയനാട് ടൗൺഷിപ്പിനായുള്ള എല്ലാ ആശങ്കകളും അവസാനിച്ചുവെന്നും മുഖ്യമന്ത്രി വയനാട്ടിൽ പറഞ്ഞു. ആ ദുരന്തത്തിനിരയായവരെ മാതൃകാപരമായി പുനരുദ്ധരിക്കണം. അവരാഗ്രഹിക്കുന്ന രീതിയിൽ തങ്ങളുടെ അയൽപക്ക ബന്ധവും സാമൂഹ്യ ജീവിതവും തുടരാൻ പറ്റണം. മുണ്ടക്കൈ ചുവരുമല ദുരന്തത്തിന് ശേഷം പ്രധാനമന്ത്രി ഇവിടെ നടത്തിയ സന്ദർശനമായിരിക്കും. കൽപ്പറ്റയിൽ വെച്ച് പറഞ്ഞ ആ വാക്കുകള് സഫലമാകുന്നത് കാത്തുകൊണ്ട് നാം ഇരുന്നു. പക്ഷേ നേരത്തെയുള്ള അതേ സമീപനമാണ് തുടർന്നത്.
നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക്. വിൻസിക്കുണ്ടായ ദുരനുഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു. കൈകൊടുത്ത് പിരിഞ്ഞ ഇരുവരും സിനിമയുമായി സഹകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഷൈനെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്ന നിലപാടിലാണ് അമ്മയും. തന്റെ പെരുമാറ്റം വിൻസിക്ക് വിഷമമുണ്ടാക്കിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാം. ഭാവിയിലും മോശം പരാമർശം ഉണ്ടാകില്ലെന്നും ഷൈൻ ഇന്റേണൽ കമ്മിറ്റി അംഗങ്ങളെ അറിയിച്ചു. ഇന്റേണൽ കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് വിൻസിയും യോഗത്തിൽ നിലപാടെടുത്തു. തന്റെ പരാതി ചോർന്നതിലുള്ള അതൃപ്തിയും വിൻസി യോഗത്തിൽ അറിയിച്ചു. ഇരുവരെയും ഒറ്റയ്ക്കും ഒരുമിച്ചും ഐസി കേട്ടിരുന്നു. വിൻസിയും ഷൈനും കൈകൊടുത്താണ് മടങ്ങിയത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീത് നൽകി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് നിലവിലെ ആലോചന. സൂത്രവാക്യം സിനിമയുടെ ഭാവിക്കും അതാണ് നല്ലതെന്നാണ് വിലയിരുത്തൽ. അതിനിടെ വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ ഇന്റേണൽ കമ്മിറ്റി യോഗം നടന്ന വേദിയെ ചൊല്ലിയും വിവാദമുയർന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിലാണ് യോഗം നടന്നത്. സിനിമാ സംഘടനാ ഓഫീസിൽ ഇന്റേണൽ കമ്മിറ്റി യോഗം ചേർന്നത് ചട്ടവിരുദ്ധമെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റിയിലും വിമർശനമുയർന്നു. മോണിറ്ററിംഗ് കമ്മിറ്റി ഇതിൽ ഐസി അംഗങ്ങളോട് വിശദീകരണം തേടിയേക്കും. ന്യൂസ് 18 കൊച്ചി. നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരുമായി ലഹരി വിൽപ്പനയ്ക്ക് അപ്പുറമുള്ള അടുത്ത ബന്ധമാണുള്ളതെന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിമ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ഈ ആഴ്ച തന്നെ എക്സൈസ് നോട്ടീസ് നൽകും. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻപ് അറസ്റ്റിലായതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച തസ്ലിമ 5 ദിവസം തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തെ അറിയിച്ചു. ആലപ്പുഴയിൽ എത്തുന്നതിന് മുൻപ് 6 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലിമ എറണാകുളത്തുണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായ വിവരം. ഈ കാലയളവിൽ സിനിമാ മേഖലയിലുള്ളവർക്ക് 3 കിലോ കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് വേണമോ എന്നാവശ്യപ്പെട്ട് ശ്രീനാഥ് ഭാസിക്ക് തസ്ലിമ അയച്ച സന്ദേശവും അതിനുള്ള മറുപടിയും അടങ്ങുന്ന ചാറ്റ് എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു ചലച്ചിത്ര താരത്തിന് മോഡലിനെ എത്തിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട വിലപേശലിന്റെ വിവരങ്ങളും ചാറ്റിലുണ്ട്. ചോദ്യം ചെയ്യലിന്റെ ഓരോ ഘട്ടങ്ങളിലും നടന്മാരുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ഉറച്ച മൊഴികളാണ് തസ്ലീമ നൽകുന്നത്. ലഹരി വിൽപ്പനയ്ക്കപ്പുറം ആരോപണ വിധേയരായ നടന്മാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തസ്ലീമ അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 2017 അറസ്റ്റിലായിട്ടുണ്ടെന്നും തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും ഉൾപ്പെടെയുള്ള പുതിയ വിവരങ്ങളും തസ്ലീമ അന്വേഷണ സംഘത്തെ അറിയിച്ചു. തസ്ലീമ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെങ്കിലും സുൽത്താൻ പറയുന്നതിൽ ഭൂരിഭാഗവും കളവാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ കസ്റ്റഡിയിൽ കിട്ടിയ പ്രതികളിൽ നിന്ന് ഇന്ന് നിർണായക വിവരങ്ങൾ ലഭ്യമായേക്കും. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് ഈ ആഴ്ചയിൽ തന്നെ എക്സൈസ് നോട്ടീസ് നൽകും. ആലപ്പുഴയിലെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നോട്ടീസ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. PV അൻവറിന് മുന്നിൽ ഉപാധി വയ്ക്കാൻ കോൺഗ്രസ്. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അൻവറിനെ UDF-ൽ പ്രത്യേക ക്ഷണിതാവാക്കി പ്രശ്നപരിഹാരത്തിലുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതേസമയം PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കം സംഘടനയെ ദുർബലപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയെന്നാരോപിച്ച് ഒരു വിഭാഗം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ മമതാ ബാനർജിക്ക് കത്ത് നൽകി. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രായോഗിക തടസ്സങ്ങൾ അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് നേതാക്കൾ PV അൻവറിനെ ബോധ്യപ്പെടുത്തും. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അനുമതി തേടുന്നതിനൊപ്പം തൃണമൂൽ ദേശീയ നേതൃത്വവും അനുകൂല നിലപാട് സ്വീകരിക്കേണ്ട പശ്ചാത്തലത്തിൽ മുന്നണി പ്രവേശനത്തിന് കാലതാമസം നേരിടുമെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് PV അൻവറിനെ പ്രത്യേക ക്ഷണിതാവാക്കി UDF-ന്റെ ഭാഗമാക്കാനുള്ള ഉപാധി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം അൻവറിനെ മാത്രം UDF-ന്റെ ഭാഗമാക്കുകയും തൃണമൂലിനെ മാറ്റി നിർത്തുകയും ചെയ്യാനുള്ള നീക്കത്തോട് സംഘടനാ നേതൃത്വം കടുത്ത വിയോജിപ്പിലാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനകത്ത് UDF-ന് വലിയ വിജയത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം PV അൻവറിനും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനുമുണ്ട്. അവർ അനുകൂല തീരുമാനം പറയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരില്ല. അതേസമയം തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തിന്റെ ചുമതലയുള്ള 5 പേർ PV അൻവറിനെതിരെ തൃണമൂൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതായാണ് വിവരം. സ്വന്തം നേട്ടത്തിന് വേണ്ടി അൻവർ പാർട്ടിയെ കരുവാക്കുകയാണെന്നും സംഘടനയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുകയാണെന്നുമാണ് മമതാ ബാനർജിക്ക് അയച്ച കത്തിലെ പരാമർശം. അതേസമയം അൻവർ അനാഥനാകില്ലെന്ന നിലപാടുമായി ലീഗ് ഉൾപ്പെടെയുള്ള UDF-ലെ പ്രധാന ഘടകകക്ഷികൾ രംഗത്തെത്തി. ന്യൂസ് 18 മലപ്പുറം, തിരുവനന്തപുരം. മുൻ MP AM ആരിഫിനെ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുത്തു. ആരിഫിനെ കൂടാതെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ KG രാജേശ്വരി, VG മോഹനൻ, ഭഗീരഥൻ എന്നിവരെയും പുതുതായി ഉൾപ്പെടുത്തി. 12 അംഗ സെക്രട്ടേറിയറ്റ്
നിലവിൽ വന്നു. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ പ്രസാദ്, കെ എച്ച് ബാബുജാൻ, പ്രായപരിധി പിന്നിട്ട വേണുഗോപാൽ എന്നിവർ ഒഴിവായി. കെ രാജമ്മയെ ഒഴിവാക്കിയതോടെയാണ് 4 ഒഴിവുകൾ ഉണ്ടായത്. CPM സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ AKG സെന്ററിന്റെ പുതിയ മന്ദിരം നാളെ ഉദ്ഘാടനം ചെയ്യും. നിലവിലെ AKG സെന്ററിന്റെ എതിർവശത്താണ് പുതിയ ബഹുനില മന്ദിരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളും മുൻ സംസ്ഥാന സെക്രട്ടറിമാരുടെയും രക്തസാക്ഷികളുടെയും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ നീക്കം തുടരുകയാണ്. അഴിമുഖത്തടിഞ്ഞ മണൽ പൂർണ്ണ തോതിൽ മാറ്റണമെങ്കിൽ ഡ്രഡ്ജർ വേണം. മാരിടൈം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഡ്രഡ്ജർ നാളെ രാത്രിയോ മറ്റന്നാൾ പുലർച്ചെയോ എത്തുമെന്നാണ് കരുതുന്നത്. മണൽ അടിഞ്ഞതോടെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറുന്നുണ്ട്. മുതലപ്പുഴയിൽ മണൽ നീക്കം ഇപ്പോഴും തുടരുകയാണ്. മത്സ്യബന്ധന യാനങ്ങൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതാണ്ട് 130 മീറ്റർ നീളത്തിലാണ് കടലും ഈ കായലുമായുള്ള വ്യത്യാസം. ഇതിനിടയിൽ മണൽ നിറഞ്ഞത്. ഇപ്പോൾ 3 ഹിറ്റാച്ചികളുടെ സഹായത്തിൽ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ നിന്ന് ടിപ്പർ ലോറികളിൽ മണ്ണ് തൊട്ടടുത്ത സ്ഥലത്തേക്ക് തന്നെയാണ് മാറ്റുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇവിടേക്ക് എത്തണം. അത് പുറപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ രാത്രിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്. ഒരു മിനി ഡ്രഡ്ജർ ഇവിടെ ഉണ്ട്. അതിന്റെ സഹായത്താലും മണ്ണ് നീക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ പര്യാപ്തമല്ല. നമ്മുടെ ഇവിടുത്തെ ലേഖകൻ അൻസാർ പെരുമാതുറ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാർത്തകൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യുന്നത് അൻസാറാണ്. അൻസാർ, ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? സമരസമിതിയുടെ നിലപാട് എന്താണ്? ഇന്നലെ വൈകുന്നേരം സമരസമിതിയും കോൺട്രാക്ട് കമ്പനിയുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൊഴി ഭാഗികമായി തുറക്കാൻ 3/4 ഭാഗത്തോളം തുറക്കാൻ ധാരണയായി. 130 മീറ്ററോളം അഴിമുഖത്ത് മണൽ തിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 90 മീറ്റർ അഴിമുഖത്ത് നിന്ന് മണൽ നീക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. ഡ്രഡ്ജർ ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ പൂർണ്ണതോതിൽ പൊഴി തുറക്കാനാവൂ. ഇപ്പോൾ ഈ വാമനാപുരം നദിക്കരയുടെ പല ഭാഗത്തായിട്ട് ഇപ്പം വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളുടെ മുമ്പിൽ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ജലൊഴുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വെള്ളപ്പൊക്ക ഭീഷണിയും തീരത്തുണ്ട്. ഇപ്പൊ നിലവിൽ 13 ദിവസമായി പൂർണ്ണമായി മത്സ്യബന്ധനം അഴിമുഖത്തുനിന്ന് അസാധ്യമായിട്ട് 2 ഹാർബറുകളും പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഡ്രഡ്ജർ ഇവിടെ എത്തണമെങ്കിൽ, ഡ്രഡ്ജർ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ 12 മീറ്റർ വീതിയിൽ 3 മീറ്റർ താഴ്ചയിൽ നമുക്ക് ഇവിടുന്ന് മണൽ മാറ്റേണ്ടതുണ്ട്. അത് നീക്കം ചെയ്യുന്നതിനുള്ള പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അടുത്ത മാസം 15-ാം തീയതിയോടുകൂടി തന്നെ അഴിമുഖം പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് ഹാർബർ വകുപ്പ്. ഏതായിരുന്നാലും മുതലപ്പുഴയിലുള്ളവർ പ്രതീക്ഷിക്കുന്നത് മാരിടൈം ബോർഡിന്റെ ഡ്രഡ്ജർ ഇവിടെ എത്തുന്ന ഒരു സമയത്തെയാണ്. നാളെ രാത്രിയോടുകൂടി എത്തുമെന്നാണ് കരുതുന്നത്. വളരെ വേഗത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ കാര്യക്ഷമമായ പ്രവൃത്തികൾ ഇവിടെയുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അരുണിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില പവന് 74,000 രൂപ കടന്നു. ഒരു ദിവസം 2,200 രൂപയാണ് പവന് കൂടിയത്. 9,290 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില 74,000 രൂപ കടക്കുന്നത്. 74,320 രൂപയാണ് പവന് ഇന്നത്തെ വില. ഒറ്റ ദിവസം കൊണ്ട് 22,000 രൂപയുടെ വർധന. ഒരു ദിവസം കൂടുന്ന ഏറ്റവും വലിയ വിലവർധനയാണ് ഇന്നത്തേത്. 9,290 രൂപയാണ് ഗ്രാമിന് വില. കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില $560 വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില വർദ്ധിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. യുദ്ധത്തിന്റെ ഭീതി മാറിയിട്ടില്ല. അവരുടെ ടോക്ക് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു സെറ്റിലായാൽ എന്തെങ്കിലും സ്റ്റഡിയാകുകയോ എന്തെങ്കിലും കുറയുകയോ കൂടുകയോ ചെയ്യും. അത്രേ ഉള്ളൂ. സെറ്റിൽമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ വില സ്റ്റഡിയാകും. കൂടുന്നത് കുറയാനുള്ള ചാൻസും ഉണ്ടാവാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ലണ്ടൻ മാർക്കറ്റ്. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം തുടരുന്നതാണ് സ്വർണ്ണവിലയിലും പ്രതിഫലിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണം വാങ്ങുന്നതും വില ഉയരാൻ കാരണമാകുന്നുണ്ട്. അക്ഷയ തൃതീയ ദിനമടുത്തതും വിവാഹ സീസണും കണക്കിലെടുത്ത് വലിയ ഡിമാൻഡാണ് സ്വർണത്തിനുള്ളത്. വരും ദിവസങ്ങളിലും സ്വർണ്ണവില വർദ്ധിക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിദേശ നാണ്യവിനിമയ ചട്ടലംഘനത്തിന് ഗോകുലം ഗ്രൂപ്പിന്റെ കണക്ക് പരിശോധിക്കാൻ ഇഡി. ഇന്ന് കണക്കുകളും രേഖകളും ഹാജരാക്കാൻ ഇഡി നിർദ്ദേശം നൽകിയിരുന്നു. ഗോകുലം ഗോപാലൻ ഹാജരായില്ലെങ്കിൽ പ്രതിനിധിയെ അയക്കണമെന്ന് ഇഡി നിർദ്ദേശം നൽകിയിരുന്നു. ഗോകുലം ഗ്രൂപ്പ് ഫെമ നിയമം ലംഘിച്ച് പ്രവാസികളിൽ നിന്ന് പണം സ്വീകരിച്ചെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. നേരത്തെ 2 തവണ ഗോകുലം ഗോപാലനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു.
രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലിൽ സമയപരിധി നിശ്ചയിച്ച തമിഴ്നാട് ഗവർണർക്കെതിരായ കേസിലെ വിധി കേരളത്തിന് ബാധകമാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ ഹർജി പരിഗണിക്കവേ അറ്റോർണി ജനറലാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. വിധി പരിശോധിച്ചു വരുന്നതേ ഉള്ളൂവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും വ്യക്തമാക്കി. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിച്ച വേളയിൽ തമിഴ്നാട് കേസിലെ വിധി കേരളത്തിനും ബാധകമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ഹർജി അടുത്ത മാസം 6-ന് കോടതി വീണ്ടും പരിഗണിക്കും. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് S മുരളീകൃഷ്ണൻ അധ്യക്ഷനായ അവധിക്കാല ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഹർജിയിൽ തിരുവനന്തപുരം പോലീസ് റിപ്പോർട്ട് നൽകും. സുഗാന്ത് സുരേഷിനെ പ്രതി ചേർത്തുവെന്ന കാര്യം പേട്ട പോലീസ് ഹൈക്കോടതിയെ അറിയിക്കും. സുഗാന്ത് സുരേഷിനെതിരെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയത്. സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് മരിച്ച യുവതിയുടെ അമ്മ നിലപാട് അറിയിക്കും. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് കാണാതായ 3 കുട്ടികൾക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു. പൊന്നാനി CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കുട്ടികളുടെ കൈവശം പണമോ മൊബൈൽ ഫോണോ ഇല്ലെന്നും പൊന്നാനി അല്ലാതെ മറ്റെവിടെയും പോയി പരിചയമില്ലെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. എൻ്റെ മോനും പറഞ്ഞിട്ടില്ലേ, കുഞ്ഞുമോനും പറഞ്ഞില്ലേ, സാനിഫ് പിന്നെ നമ്മളായിട്ട് അത്ര ടച്ചില്ലാത്തതിൻ്റെ പേരിൽ അവർ പറഞ്ഞിട്ടില്ല. ഇവരൊന്നും പറയാതാണ് ഇവിടുന്ന് പോയത്. ഒന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എവിടെ പോയെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. കാരണം അവർ നമ്മളോടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ടൂറ് പോവുകയാണ്. അതിൽ അവർക്ക് ഒരുപാട് സ്നേഹിതന്മാർ പറഞ്ഞിട്ടുള്ള അറിവാണ്. അവൻ ബാംഗ്ലൂർ പോകും, കുറ്റപ്പുറം പോകും, ഏർവാടിയിൽ പോകും, അവിടെ പോകും, ഗോവയിൽ പോകും. അപ്പോൾ ഈ 3 ചെറിയ 14 വയസ്സുള്ള 3 ചെക്കന്മാർ ഈ ലോകത്ത് എവിടെയൊക്കെ പോകും? 10 പൈസ കയ്യില്ലാതെ, ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലും പോക്കറ്റ് വെക്കാതെ വരെ. ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു അക്ഷരം മുണ്ടിട്ടില്ല. അവൻ പോകുന്നത് നമ്മൾ അറിയൂല. അവനിങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ബാപ്പാനായിട്ടുമായിട്ടല്ല ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ദർശി പോകാൻ പറഞ്ഞാൽ പോകില്ല, അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ലേ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അവന് പെട്ടെന്ന് പോയതാണ് കാണുന്നത്. അല്ലാതെ വേറെ നമ്മളിവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഒന്നും എഴുതി വെച്ചിട്ടുമില്ല. ഒന്നും മൊബൈലൊന്നും ഇല്ല. പൈസ ഉള്ളതൊന്നും അറിയില്ല. പൈസ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. 20 ഉറുപ്പിക ഇവിടെ എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. 20 ഉറുപ്പിക കൊണ്ടുപോയി, വേറെ പൈസ ഒന്നും കൊണ്ടുപോയിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇപ്പോൾ 2 ദിവസമായില്ലേ കുട്ടികളെ കാണാതായിട്ട്? എന്തെങ്കിലും സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? എന്താണ് പോലീസ് നൽകുന്ന വിവരം ഇപ്പോൾ? മഞ്ജുഷ, ഈ 3 കുട്ടികൾ ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് ഇവിടെ നിന്നും കാണാതായിട്ടുള്ളത്. തുടർന്ന് തിങ്കളാഴ്ച തന്നെ പോലീസ് ഇതിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ പരിശോധന പുരോഗമിക്കുകയാണ്. കുട്ടികളുടെ കൈവശം മൊബൈൽ ഫോണില്ല, അധികം കാശും കയ്യിലില്ല, ഇവർക്ക് പുറത്തെവിടെയും പോയി പരിചയവുമില്ല, മറ്റൊരു തരത്തിലെ ബന്ധങ്ങളുമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവർ പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. ബാംഗ്ലൂരുവിലേക്ക് പോകുമെന്ന് കുട്ടികളിൽ ഒരാൾ മുൻപ് വീട്ടുകാരോട് പറഞ്ഞതായിട്ടാണ് വിവരം. അതും കൂടി പരിശോധിച്ചാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. ഞായറാഴ്ച രാത്രി ഇവരെ പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ബാഗുമായി കണ്ടതായിട്ടുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കുട്ടികളിൽ ഒരാൾക്ക് മതപഠന കേന്ദ്രത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അയാളെ അവിടെ ചേർക്കുമെന്ന് പറഞ്ഞതിൽ ആ കുട്ടിയാകെ വിഷമത്തിലായിരുന്നു. ഇതാകാം ഒരുപക്ഷേ ഈ കുട്ടി നാട് വിട്ടു പോകാനുള്ള കാരണം മറ്റു കൂട്ടുകാരുടെ കൂടെ എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. നമ്മൾ അവരുടെ വീടുകളിലേക്ക് പോയിരുന്നു. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാരണവും ഇവർ വീട് വിട്ടു പോകുന്നതിനായിട്ടുള്ളത് ഇവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഒരു പ്രശ്നവും ഈ വീടുകളിലില്ല എന്നും രക്ഷിതാക്കൾ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ പഠനത്തിന് ഈ മതപഠന കേന്ദ്രത്തിലേക്ക് പോകാനുള്ള താല്പര്യക്കുറവാകാം ഇത്തരത്തിലൊരു നാട് വിടാനുള്ള കാരണമെന്നാണ് പ്രാഥമികമായിട്ട് പോലീസും വിലയിരുത്തുന്നത്. എന്താണെങ്കിലും നിലവിൽ പൊന്നാനിക്ക് സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനുകളും അതുപോലെ പ്രധാന CCTV ക്യാമറകൾ വെച്ച സ്ഥലങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതാണ്. മലപ്പുറത്ത് 15-കാരനെ ലഹരി നൽകി പീഡിപ്പിച്ച 30-കാരി പിടിയിലായി. പാലക്കാട് കല്ലടിക്കോട് സ്വദേശി സത്യഭാമയെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി കുട്ടിയെ ലഹരി ഏജന്റാക്കി ഉപയോഗിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട്. യുവതിയുടെ ഭർത്താവ് ഒളിവിലാണ്. ഭർത്താവിന്റെ അറിവോടെ യുവതി 15-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ഈ ദൃശ്യങ്ങൾ കാണിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. പാലക്കാട് കല്ലടിക്കോട് സ്വദേശിനിയാണ് പിടിയിലായ സത്യഭാമ.
യുവതിയും ഭർത്താവ് സാബിക്കും ലഹരിക്ക് അടിമകളാണെന്നും 15-കാരനും ലഹരി കൊടുക്കാൻ ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. പീഡന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി കുട്ടിയെ ലഹരി ഏജന്റാക്കാൻ ശ്രമിച്ചുവെന്നും അതിനായി നിർബന്ധിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ദൃശ്യങ്ങൾ കാട്ടി കുട്ടിയെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിരുന്നു. സ്ത്രീകളുടെ നഗ്ന വീഡിയോ എടുത്തു തരാനും യുവതി ആവശ്യപ്പെട്ടു. തിരൂർ BP അങ്ങാടി സ്വദേശിയാണ് സത്യഭാമിയുടെ ഭർത്താവ് സാബിക്. ഇയാളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. 15-കാരന്റെ വീട്ടുകാരുടെ പരാതിയിൽ തിരൂർ പോലീസാണ് യുവതിയെ അറസ്റ്റ് ചെയ്തത്. സാബിക്കിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 മലപ്പുറം. ബംഗളൂരുവിൽ വ്യോമസേന ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റ സംഭവത്തിൽ വഴിത്തിരിവ്. വ്യോമസേന വിംഗ് കമാൻഡർ ഷീലാദിത്യ ബോസിനെ സ്കൂട്ടർ യാത്രികൻ മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. എന്നാൽ സ്കൂട്ടർ യാത്രികനായ വികാസിനെ വിംഗ് കമാൻഡർ മർദ്ദിക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. ഇത് കേസിൽ വഴിത്തിരിവായി. സംഭവത്തിൽ വിംഗ് കമാൻഡർ ബോസിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം ഇന്നു മുതൽ 3ാം തവണയാണ് മോദി സൗദി സന്ദർശിക്കുന്നത്. സാമ്പത്തിക പ്രതിരോധ മേഖലകളിലെ സഹകരണത്തിന് 2 രാജ്യങ്ങളും കരാറിൽ ഒപ്പുവയ്ക്കും. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ചും 2 നേതാക്കളും ചർച്ച ചെയ്യും. സൗദി അറേബ്യയുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഗണ്യമായ പുരോഗതി ഉണ്ടായതായും യാത്ര പുറപ്പെടും മുൻപ് സാമൂഹ്യമാധ്യമമായ എക്സിൽ പ്രധാനമന്ത്രി കുറിച്ചു. ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിലിന്റെ 2ാമത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഇന്ത്യ സന്ദർശനം തുടരുന്നു. വാൻസ് ഇന്ന് കുടുംബസമേതം ജയ്പൂർ സന്ദർശിച്ചു. നാളെ താജ്മഹലും സന്ദർശിക്കും. ഇന്നലെ ഇന്ത്യയിലെത്തിയ വാൻസിനും കുടുംബത്തിനും വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നൊരുക്കി. മോദിയുടെ വസതിയിലായിരുന്നു വിരുന്ന്. ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിൽ നിർണായക പുരോഗതിയുണ്ടായെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. 7 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി 2ാം സ്ഥാനത്താണ് ഡൽഹി. 10 പോയിന്റ് ഉണ്ടെങ്കിലും 8 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ലക്നൌ 5ാമതാണ്. അവസാന പന്ത് വരെ നീണ്ട മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 2 റൺസിന് തോൽപ്പിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് ലക്നൌ കളത്തിലിറങ്ങുക. കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്തിനോടേറ്റ പരാജയത്തിന്റെ ക്ഷീണം തീർത്ത് പ്ലേ ഓഫിനോട് കൂടുതൽ അടുക്കാനാകും ഡൽഹിയുടെ ശ്രമം. ലക്നൌവിൽ രാത്രി 7:30-നാണ് മത്സരം. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.